CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് തന്നെ അവസാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരു പരിശീലകനെ കൊണ്ടുവരിക എന്നുള്ള ദൗത്യം മാത്രമാണ് ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി നിർവഹിച്ചിട്ടുള്ളത്. ഏതായാലും നമുക്ക് വിശദമായിട്ടുള്ള വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ ശ്രമിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പുതിയ പരിശീലകനായി സ്പാനിഷുകാരൻ ഡേവിഡ് കച്ചാലയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം. പുതിയ പരിശീലകൻ എത്തുമ്പോൾ ആരാധകർക്കും പുതിയ പ്രതീക്ഷകളുണ്ട്. എന്നാൽ പുതിയ പരിശീലകന്റെ കാര്യത്തിലും ബ്ലാസ്റ്റേഴ്സ് പഴയൊരു തെറ്റ് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ മൈക്കിൾ സ്റ്റാറെ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഒന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫോർമേഷന് അനുസൃതമായ താരങ്ങളെ ലഭിച്ചിരുന്നില്ല എന്നുള്ളത്. മികച്ച ഇന്ത്യൻ താരങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് അന്ന് മാനേജ്മെന്റ് സ്റ്റാറയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ വിദേശ താരങ്ങളെ ടീമിലെത്തിച്ചതും സ്റ്റേറയും ആഗ്രഹപ്രകാരം ഒന്നുമല്ലായിരുന്നു. ഇത്തരത്തിൽ തന്റെ ഫോർമേഷന് യോജിക്കാത്ത താരങ്ങളെ ലഭിച്ചത് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായി മാറുകയായിരുന്നു ഈ ഒരു സീസണിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തവണയും അത് തന്നെയാണ് സ്ഥിതി. പുതിയ പരിശീലകനായി കച്ചാല പ്രഖ്യാപിക്കും മുമ്പ് ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ സൈനിങ് പൂർത്തീകരിച്ചതായാണ് നമുക്ക് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സ്പാനിഷ് താരമായിട്ടുള്ള സെർജിയോ കാസ്റ്റലുമായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഒരു പ്രീ കോൺട്രാക്റ്റിൽ ഒത്തുതീർപ്പാക്കി, അഥവാ ഒരു പ്രീ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തു എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്ന റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കച്ചാല വരുന്നതിന് മുമ്പ് ഒരു വിദേശ താരവുമായി ബ്ലാസ്റ്റേഴ്സ് പ്രീ കോൺട്രാക്റ്റിൽ എത്തിയത് കഴിഞ്ഞ സീസണിലെ അതേ അബദ്ധം ബ്ലാസ്റ്റേഴ്സ് ആവർത്തിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ്. പുതുതായി ഇന്ത്യയിലെത്തുന്ന വിദേശ പരിശീലകന്മാർക്ക് ഇന്ത്യൻ താരങ്ങളെക്കുറിച്ച് ധാരണയൊന്നും ഉണ്ടാവുകയില്ല. പക്ഷേ വിദേശികളുടെ കാര്യത്തിൽ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകേണ്ടതുണ്ട്. കോച്ചുമാരുടെ ആവശ്യാനുസരണം അവരുടെ രീതികൾക്ക് ചേരുന്ന വിദേശ താരങ്ങളെ തിരഞ്ഞെടുക്കാൻ പരിശീലകർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ടീമിനും മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെ ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ഏതായാലും ഈ ഒരു പരിശീലകനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പരിശീലകൻ നമ്മൾ വിചാരിച്ച അത്ര വലിയ രീതിയിൽ വലിയ ഹൈപ്പൊന്നുമുള്ള പരിശീലകൻ ഒന്നും തന്നെയല്ല. ഏതായാലും നമുക്ക് പരിശീലകന്റെ ആ ഒരു സ്റ്റാറ്റസിലേക്ക് കടന്നു നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ പരിശീലകനായി വന്നിട്ടുണ്ടായിരുന്ന ഡേവിഡ് കാറ്റാല ഒരു സ്പാനിഷ് പരിശീലകൻ തന്നെയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ സ്പാനിഷ് പരിശീലകനായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനാവുക എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു പുതിയ പരിശീലകനെ കുറിച്ച് നോക്കുമ്പോൾ സൂപ്പർ കപ്പോട് കൂടി ബ്ലാസ്റ്റേഴ്സിന്റെ ചുമതല ഏറ്റെടുക്കുന്ന കാറ്റാല അടുത്ത സീസൺ ടീമിനോടൊപ്പം സജീവമാവുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 44 വയസ്സുകാരനായ കാറ്റാലയുടെ കോച്ചിങ് സ്റ്റൈൽ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ രീതികൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. തന്റെ പ്ലേയിങ് കരിയറിൽ ഒരു സെന്റർ ബാക്ക് ആയി കളിച്ചിട്ടുണ്ടായിരുന്ന കാറ്റാല ഒരു സെന്റർ ബാക്കിന്റെ ധാർഷ്ട്യവും കണിശതയും പരിശീലക കരിയറിൽ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. സെന്റർ ബാക്ക് ആയിരുന്നെങ്കിൽ കൂടി കാറ്റാലയുടെ ഫോർമേഷൻ പ്രതിരോധത്തിൽ ഊന്നിയതൊന്നുമല്ല, മറിച്ച് ഒരു ബാലൻസിങ് ഫോർമേഷൻ രീതിയാണ് അദ്ദേഹം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ISL സുപരിചിതമായിട്ടുള്ള 4-2-3-1 എന്ന ഫോർമേഷനാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ളതും. അദ്ദേഹത്തിന്റെ മുൻ ക്ലബ്ബുകളിലെ പരിശീലക കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഗോളിന് മുന്നിൽ നിന്നാൽ പിന്നെ പ്രതിരോധം കൊണ്ട് എതിരാളികളെ തളയ്ക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാനും സാധിക്കുക. പ്രധാനമായും മധ്യനിരയേക്കാളും മുന്നേറ്റ നിരയേക്കാളും മികച്ച പ്രതിരോധ താരങ്ങൾ ആവശ്യമായി വരുന്ന പരിശീലകൻ കൂടിയാണ് ഇദ്ദേഹം എന്നുള്ളത്. സൈപ്രസ്, ക്രൊയേഷ്യ, സ്പെയിൻ എന്നിവിടങ്ങളിൽ ടീമുകളിലാണ് അദ്ദേഹം ഇതിനോടകം തന്നെ പരിശീലിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളത്. കേവലം 4 വർഷത്തെ പരിശീലകന സമ്പത്ത് മാത്രമേ, അഥവാ പരിശീലനത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ എന്നുള്ളതാണ് ഒരു നെഗറ്റീവ് എന്നുള്ളത്. വിവിധ ക്ലബ്ബുകളെ 89 മത്സരങ്ങളിൽ പരിശീലിപ്പിച്ച അദ്ദേഹം 33 വിജയവും 33 സമനിലയും നേടിയിട്ടുണ്ട്. 37.08% അദ്ദേഹത്തിന്റെ വിജയ ശതമാനം എന്നുള്ളത്. കളിക്കാരൻ എന്ന നിലയിൽ 2017-18 സീസണിൽ സൈപ്രസ് കപ്പും 2018 സൈപ്രസ് സൂപ്പർ കപ്പും അദ്ദേഹം നേടിയെടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല കാര്യം എന്നുള്ളത്. ഈ ഒരു താരവും കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നേ പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ 2-3 ടീമിൽ നിന്നും ടെർമിനേഷൻ കഴിഞ്ഞൊക്കെ വരുന്ന ഒരു പരിശീലകൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഇത്തരത്തിലുള്ള ഒരു പരിശീലകൻ അനുയോജ്യമാണോ എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും അനുയോജ്യമൊന്നുമല്ല. ഇവിടെയും ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിലുള്ള ഉടായ്പ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാക്കാം. നമുക്ക് നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വെൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ISL എക്സ്പീരിയൻസോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നല്ല രീതിയിൽ പരിശീലിപ്പിച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരു പരിശീലകനെ ആവും ടീമിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല നടന്നിട്ടുള്ളത്. ജസ്റ്റ് ഒരു പരിശീലകനെ ടീമിലേക്ക് കൊണ്ടുവന്നു എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് ഇത്തരത്തിലുള്ള ഒരു സൈനിങ് നടത്തിയിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻ്റായി രേഖപ്പെടുത്തുക.
രേഖപ്പെടുത്തുക. ആരാധകരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സ് നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഐഎസ്എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐഎസ്എൽ അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.